എല്ലാവർക്കും നമസ്കാരം. ബയോ ഗ്രോത്ത്, ബയോ സ്ട്രൈക്ക് ആൻഡ് ബയോ ഗാർഡ് 3 പ്രോഡക്റ്റുകളുടെ കൂടി ഒന്നിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, വളത്തിനോടൊപ്പം നമ്മൾ ജലസേചനം കൂടി നടത്തുന്ന രീതിക്ക് പറയുന്നതാണ് ഫെർട്ടിലേഷൻ അഥവാ വളസേചനം എന്ന് പറയും. അപ്പോൾ ഈ വളസേചനം നടത്താനായിട്ട് കറക്റ്റായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വെള്ളത്തിൽ നല്ല രീതിയിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്ന വളമായിരിക്കണം ഒന്ന്. അപ്പോൾ നമ്മളുടെ SPC ഇറക്കിയിരിക്കുന്ന ബയോ ഗ്രോത്ത്, ബയോ സ്ട്രൈക്ക്, ബയോ ഗാർഡ് ഇത് 3 ശരിക്കും ശരിക്കും ഡിസോൾവ് ആകുന്ന ഒരു ജൈവവളമാണ്. ആക്ച്വലി ജൈവവളങ്ങൾ ഏത് കൊടുത്താലും വളരെ കുറവ് മാത്രമേ ഇങ്ങനെ വെള്ളത്തിൽ നല്ല രീതിയിൽ പിന്നെ ഡിസോൾവ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫെർട്ടിഗേഷൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. ഇറിഗേഷൻ വഴിയും നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് ലിക്വിഡ് ഫോമിൽ സ്പ്രേ ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ വളത്തിൻ്റെ പ്രത്യേകത പ്യുവറായിട്ടും ഇതും ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പലതരം ഹെർബൽസിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റാണ്. അതായത് പ്രകൃതിയിൽ തന്നെ നമുക്ക് എല്ലാ മൂലകങ്ങളും കിട്ടുന്ന ഓരോ പ്ലാന്റുകളുണ്ട്. അതിനെ കൃത്യമായ രീതിയിൽ കണ്ടെത്തി അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അതിന് ബേസായിട്ട് പലതും ചേർത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ ബയോ ഗ്രോത്ത്. ബയോ ഗ്രോത്തിൻ്റെ കൂടെ നമ്മളെപ്പോഴും ബയോ സ്ട്രൈക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് പ്ലാന്റിനാണെങ്കിലും അതിൻ്റെ വളർച്ചാ ഘട്ടമാണെങ്കിൽ പെട്ടെന്ന് ചെടി വളരും. ഇനി അതിൻ്റെ ഒരു പ്രായവും അതോടൊപ്പം തന്നെ കാലവുമായി, അതായത് എല്ലാ ചെടികൾക്കും ഓരോ സീസൺ ഉണ്ട്, അറിയാമല്ലോ. എല്ലാം ഇപ്പം മാംഗോസ്, അതുപോലെ തന്നെ ഇപ്പം പപ്പായക്കൊന്നും അങ്ങനെ വലിയ സീസണില്ല. പക്ഷേ പേരയ്ക്കും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സീസണില്ല. എന്നാൽ മാങ്ങ, ചക്ക അങ്ങനെ ചിലതിനൊക്കെ സീസണുണ്ട്. അപ്പം പ്രായവുമാണ് സീസണും ആണെങ്കിൽ ആ ഏത് പ്ലാന്റും ഇതങ്ങോട്ട് അടിച്ചാൽ തീർച്ചയായിട്ടും പൂത്തിരിക്കും. പൂക്കും എന്ന് മാത്രമല്ല, പൂക്കുന്ന പൂക്കളൊന്നും തന്നെ പൊഴിയാതെ ഒരു 80% കാ പിടിക്കുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാസവളത്തെ വെല്ലുന്ന റിസൾട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചെടികളിൽ നമ്മൾ സ്പ്രേ ചെയ്താണ് ഇത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അതായത് ചെടിയിൽ എല്ലാ ഇലകളിലും തണ്ടിലും കുളിപ്പിച്ച് തന്നെ സ്പ്രേ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ചെടിക്ക് അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. രണ്ടാമത്തെ ഗുണം എന്താ? നമ്മൾ ഇത് കൊടുക്കുന്ന വളം 95% ചെടിക്ക് കിട്ടുന്നു. നമ്മളിപ്പം മണ്ണിൽ കൂടിയാണ് സാധാരണ നമ്മൾ എല്ലാ വളവും കൊടുക്കുന്നത്. ഈ മണ്ണിൽ കൂടി കൊടുക്കുമ്പോൾ എന്താ കുഴപ്പം? ആ മണ്ണ് ആദ്യമേ അവിടെ ചെറിയ സൂക്ഷ്മ ജീവികളുണ്ട്. ആ 7 എന്ന pH വളരുന്ന സൂക്ഷ്മജീവികൾ ആ നമ്മൾ കൊടുക്കുന്ന വളവുമായി പ്രവർത്തിച്ച് ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിലാക്കി ചെടിക്ക് കൊടുക്കും. അതിനൊക്കെ സമയമെടുക്കും ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഏതാണ്ട് ഒരു 30 മുതൽ 40% മാത്രമേ ചെടിക്ക് കിട്ടുകയുള്ളൂ. ബാക്കി വേസ്റ്റായി പോകും, മണ്ണിൽ തന്നെ പോകും. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രത്യേകമായ 2 ഗുണങ്ങളാണ്. നമ്മളിത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ, അതായത് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ചെടിക്ക് കിട്ടുന്നു. അതാണ് ഏറ്റവും. രണ്ടാമത്, കൊടുക്കുന്ന വളം 95% ആ ചെടിക്ക് എടുക്കാൻ പറ്റുന്നു. പിന്നെ മൂന്നാമത്തെ ഗുണം, ഇത് തികച്ചും സേഫാണ്, തികച്ചും നാച്ചുറലാണ്. ഇപ്പം കുട്ടികളോ പ്രായമായവരോ ആർക്ക് വേണമെങ്കിലും ഇതൊരു ഒന്നുമില്ല, മാസ്കോ ഒന്നുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. അത് ആണ് ഏറ്റവും സേഫ്. മാത്രവുമല്ല, ഇത് ഉപയോഗിച്ച ഉടൻ തന്നെ വേണമെങ്കിലും നമുക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റും. അത്രയും സേഫായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ SPCയുടെ ബയോ ഗ്രോത്ത്, ബയോ സ്ട്രൈക്ക്, ബയോ ഗാർഡ്. ഇത് 3 ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കുമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒന്നിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്. ബയോ സ്ട്രൈക്ക് പക്ഷേ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. എന്നാൽ ബയോ ഗ്രോത്ത് നമുക്ക് മണ്ണിലും ഒഴിച്ചു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വലിയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ, വലിയ മാവ് അല്ലെങ്കിൽ വലിയ തെങ്ങ്, അതങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ബയോ ഗ്രോത്ത് വേണമെങ്കിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ റേഷ്യോ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ആണ്. ഇനിയിപ്പം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ബയോ ഗ്രോത്തും 5 ml ബയോ സ്ട്രൈക്കും കൂടി നല്ല രീതിയിൽ മിസ്റ്റ് രൂപമല്ല, നല്ല രീതിയിൽ തന്നെ ചെടികളിൽ കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ കൊടുക്കുന്ന സമയത്തിനും പ്രത്യേകതയുണ്ട്. എപ്പോഴും അതിരാവിലെ കൊടുക്കുന്നതാണ് സേഫ്. നല്ല മഴയുള്ളപ്പോഴും കൊടുക്കാൻ പാടില്ല, നല്ല വെയിലുള്ളപ്പോഴും കൊടുക്കാൻ പാടില്ല. മഴയില്ലാത്തപ്പോൾ കൊടുക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്കറിയാം, കാരണം അത് വെള്ളത്തിലലിഞ്ഞു. എന്നാൽ വെയിലുള്ളപ്പോൾ കൊടുത്താൽ എന്താ കുഴപ്പം? നല്ല വെയിലുള്ളപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെയിലുള്ള സമയത്ത്, അതിൻ്റെ രാവിലെ കൊടുക്കാം. പ്രസൻറ്റ് വെയിലുള്ള സമയത്ത് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടിക്ക് ഒരു സ്ട്രെസ്സ് വരും നമ്മൾ ഇതിങ്ങ് കൊടുക്കുമ്പോൾ, അതായത് ഓസ്മോസിസ് പോലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ചെടിക്ക് ഒരു വാട്ടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രാവിലെ കൊടുക്കുക. ഏറ്റവും നല്ലത് രാവിലെയാണ്. കാരണം രാവിലെയാണ് ചെടികളിൽ സ്റ്റൊമാറ്റ പൂർണ്ണമായിട്ടും തുറന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റൊമാറ്റ എന്താണെന്ന് അറിയണ്ടേ? സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ചെടികളുടെ ഇലകളുടെ അടിയിൽ ചെറിയ ചെറിയ, നമ്മളിപ്പോൾ ഒരു ലൈറ്റിൻ്റെ ഇവിടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഒരു ഇല പറിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ കാണാനായിട്ട് പറ്റും അടുപ്പിച്ച്. അതായത് ചിലപ്പോൾ പനിക്കൂർക്കയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടാണ്. അതായത് എല്ലാ ഇലകളുടെയും അടിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങൾ എപ്പോഴും രാവിലെ ആയിരിക്കും തുറന്നിരിക്കുന്നത്, മുഴുവൻ തുറന്നിരിക്കുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറച്ചങ്ങ് അടയും. അപ്പോൾ രാവിലെ ഈ തുറന്നിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടി മുഴുവനായിട്ട് എടുക്കും. പക്ഷേ നമ്മൾ ചെടിയുടെ മുകളിലെ, അതായത് ചെടിയുടെ ഇലകളുടെ മുകളിലെ കോശങ്ങളിൽ കൂടിയും ഇലയുടെ അടിയിലെ സ്റ്റൊമാറ്റ വഴിയും ചെടി വെള്ളം വലിച്ചെടുക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ തന്നെ ചെടിക്ക് അത് പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതായത് ചെടിക്ക് മുഴുവൻ കിട്ടുന്നു. മാത്രമല്ല 95% ചെടി അത് മുഴുവനായിട്ട് അത് വലിച്ചെടുക്കുന്ന ഗുണവും കൂടി ഇതിനുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ, ഏറ്റവും പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു, ചെടി പെട്ടെന്ന് വളർച്ചാ ഘട്ടമാണെങ്കിൽ അഥവാ പൂക്കേണ്ട പ്രായവും കാലമാണെങ്കിൽ പെട്ടെന്ന് ചെടി പൂക്കുന്നു. പൂക്കൾക്ക് പ്രത്യേകതയുണ്ട്. പൂക്കൾ പെൺപൂക്കളാണ് കൂടുതലുണ്ടാകുന്നത്. മനസ്സിലായോ? പെൺപൂക്കളാണ്. നമുക്കറിയാം ചെടികളിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആൺപൂക്കളും പെൺപൂക്കളും തമ്മിൽ പരാഗണം നടക്കുമ്പോഴാണ് നമുക്ക് ഒരു ഫ്രൂട്ടായി വരുന്നത് ചെടി. അല്ലാതെ പരാഗണം നടക്കാത്ത ഒരവസ്ഥ വരുവാണെങ്കിൽ അത് പൊഴിഞ്ഞു പോകും. മാത്രവുമല്ല പലപ്പോഴും ആൺപൂക്കൾ ഒരുപാടുണ്ടാവും പല ചെടികളിലും, അതും നമുക്ക് ഗുണമില്ല. പെൺപൂക്കൾ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് മത്തനൊക്കെ നിങ്ങൾ കാണുമ്പോൾ എത്ര പേര് പറയുമ്പോൾ പൂ നിറയെ ഉണ്ടാണ്ട് കായ്ക്കണില്ല. ഏത് ചെടിയുടെയും മിക്കതും ചെടികളുടെയും അതിൻ്റെ അടിഭാഗത്തൊരു കായോട് കൂടിയ പൂക്കൾ കാണും. അത് നിങ്ങൾ അടുത്ത് പോയി ശ്രദ്ധിച്ചാൽ കാണാം. ഇപ്പോൾ കോവലോ ഏതാണേലും അടിയിലൊരു കുഞ്ഞു കായും അതിൻ്റെ മുകളിൽ പൂവും ഉള്ളതാണ് പെൺപൂ. ആൺപൂവാണെങ്കിൽ ഒന്നും കാണില്ല, നേരെ പൂവായിരിക്കും. അപ്പം ഈ പെൺപൂക്കൾ വളർന്നു വന്നാൽ മാത്രമേ അത് കായായി മാറുള്ളൂ, പരാഗണം നടന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഫെർട്ടിഗേഷൻ വഴി നമ്മൾ കൊടുക്കുന്ന ഈ ബയോഗ്രോത്തും ബയോസ്ട്രൈക്കും ചെടികൾ വലിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ പൂക്കൾ കൂടുതലും പെൺപൂക്കളായിട്ടാണ് മാറുന്നത്. പിന്നെ മൂന്നാല് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇതാണ്. നമുക്ക് ഇപ്പം ഒരു വർഷം കൊണ്ട് പൂക്കേണ്ട ഒരു ചെടി, അതല്ലെങ്കിൽ ഇപ്പോൾ കപ്പയുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ 1 വർഷം വേണം നമുക്ക് ഒരു കപ്പ അത് വിളഞ്ഞ് അതിൻ്റെ ഇതായിട്ട് എടുക്കാം. പക്ഷേ അത് 6 മാസം കൊണ്ട് തന്നെ അതിൻ്റെ വിളവെടുക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കും വിളവ്, അതായത് പൂക്കേണ്ട പ്രായത്തിന് നേരത്തെ തന്നെ അത് പൂക്കുന്നു ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അതാണ് ഏറ്റവും വലിയ ഗുണം. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലവേഴ്സ് ഒട്ടും തന്നെ 80% ഫ്ലവേഴ്സ് പൂക്കളായി മാറുന്നു. അത് പൊഴിച്ചിൽ വളരെ കുറവുണ്ട്. പിന്നെ ഇത് കൊടുക്കുമ്പോൾ കിട്ടുന്ന കായകൾക്ക്, ഫ്രൂട്ട്സിന് നല്ല രുചിയും ആകൃതിയും അതോടൊപ്പം നല്ല സൈസും ഉണ്ടാകും. നല്ല വലിപ്പത്തിലുള്ള കായകളാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു വളരെ സേഫാണ്. നമുക്ക് ആർക്കും അത് ഉപയോഗിച്ചിട്ട് ഉടനെ പോയി കഴിച്ചാൽ പോലും ഒട്ടും അപകടകാരികളല്ല. പലതരത്തിലുള്ള ഇലകളിൻ്റെ എക്സ്ട്രാക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഏറ്റവും പ്രധാനം പൂക്കലും അതോടൊപ്പം തന്നെ കായ പിടിക്കലും നീണ്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ റംബൂട്ടാൻ്റെ ഒരു സീസൺ ഇപ്പോഴാണ് റംബൂട്ടാൻ, പക്ഷേ ഈ സീസൺ കഴിഞ്ഞും കുറേ നാളത്തേക്കും കൂടി അത് നീണ്ടു നിൽക്കുന്നു. സാധാരണ ഇപ്പം മാങ്ങയൊക്കെ തീരുന്നു, പക്ഷേ നമുക്കിപ്പോൾ ജൂൺ അവസാനം വരെ ഒക്കെ കിട്ടുന്നു. അതോടൊപ്പം തന്നെ ആദ്യം തൊട്ടേ തുടങ്ങുന്നു. അതായത് ആ
പീരീഡ് കൂടുതലായിട്ട് കിട്ടാനും നമ്മൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധ്യമാകുന്നു. പിന്നെ അതാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇതിനകത്ത് എല്ലാ മൂലകങ്ങളും കിട്ടുന്നു എന്നുള്ളത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, അതോടൊപ്പം തന്നെ നമുക്ക് ബോറോൺ, നമുക്ക് ഒരു ചെടിക്ക് വേണ്ട എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ദ്വിതീയ മൂലകങ്ങളും അതുപോലെ പ്രാഥമിക മൂലകങ്ങളും ഈ ഒരൊറ്റ ഫെർട്ടിഗേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒട്ടും ഒരു തരത്തിലുള്ള വിഷം ഒന്നും ഉള്ള ഇതല്ല. പല തരത്തിലുള്ള, അതായത് ഇത് കൊടുക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് കീടങ്ങൾ കുറയുന്നത് എന്ന് പറയും. ഞാൻ ആദ്യമേ ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും കൊടുക്കുമ്പോൾ ആ ചെടികളിലേക്ക് കീടങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് കുറയും പ്രധാനമായിട്ട്. കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പല തരത്തിലുള്ള ഇലകളുടെ വ്യത്യാസമുണ്ട്. അതിനകത്ത് ശരിക്കും രൂക്ഷഗന്ധമുള്ള ഇലകളുണ്ട്. രൂക്ഷഗന്ധമുള്ള ഇലകളെന്ന് വെച്ചാൽ കൊതിപ്പുല്ല്, മുഞ്ഞ, നാരകം അതുപോലെയുള്ള ഇലകളുണ്ട്. അതോടൊപ്പം തന്നെ കയ്പ് രസമുള്ള കാഞ്ഞിരം, കരിഞ്ഞോട്ട, അമൃത്, വേപ്പ്, അതുപോലെ തന്നെ കറ്റാറ് വാഴ, പാണൽ, കിരിയാത്ത്, ആത്ത തുടങ്ങിയ പലതരത്തിലുള്ള കയ്പ് ഉള്ള ഇതുണ്ട്. അതോടൊപ്പം തന്നെ എരിവുള്ള ചെടികളുടെ കാന്താരി മുളക് അങ്ങനത്തെ ഉണ്ട്. അതോടൊപ്പം തന്നെ ആടും പശുവും കടിക്കാത്ത പല ചെടികളുടെ ഇലകളും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ആടലോടകം, കരിനൊച്ചി, പിന്നെ കറയുള്ളവ, അതായത് എരുക്ക്, ഉമ്മം, കടലാവണക്ക്, പിന്നെ ചമർപ്പുള്ളത്, അതായത് ചമർപ്പുള്ള പല വിത്തുകൾ, അതായത് നമുക്ക് ഏറ്റവും ഇതുള്ളത് കടുക്ക, ആത്ത, കാഞ്ഞിരം, അതിൻ്റെയൊക്കെ വിത്തുകൾ. ഇതിൻ്റെ ഇങ്ങനെ പലതരത്തിലുള്ള പല ടേസ്റ്റിൽ വ്യത്യാസമുള്ള, അതായത് ഒരു കീടം ഒരു ചെടിയെ ആക്രമിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ലും കൊണ്ടാണ്. ഇപ്പോൾ ആ സ്മെല്ലും ടേസ്റ്റും വ്യത്യാസപ്പെടുത്തിയാൽ തന്നെ കീടങ്ങൾ വരില്ല. അതായത് ഇപ്പം പാവൽ എന്ന് പറഞ്ഞോ, പാവലിൻ്റെതായ ഒരു സ്മെല്ലും ഉണ്ട്, അതോടൊപ്പം തന്നെ അതിനൊരു ടേസ്റ്റും ഉണ്ട്. ഇത് നമ്മൾ ഇവ മാറ്റാനായിട്ട് ശരിക്കും പലരും അതിനാണ് ഭയങ്കര രൂക്ഷഗന്ധമുള്ള വിഷങ്ങളൊക്കെ അടിക്കണം. പക്ഷേ നമ്മൾ ഇതുപോലെയുള്ള പശു കടിക്കാത്തതും ഇലകൾ പ്രകൃതിയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ചില ഇലകൾ എപ്പോഴും നല്ല നിത്യഹര, അതിൻ്റെ ഇലകളിൽ ഒരു പുഴുക്കേടോ ഒന്നും കാണില്ല, നല്ല പാണലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചു കാണും. എത്ര വേനലുണ്ടെങ്കിലും പാണലിൻ്റെ ഇല നല്ല പച്ചച്ച്, അതിനൊരു കേടും ഉണ്ടാവില്ല. അങ്ങനെ പലതരം ആത്ത അങ്ങനെയുള്ള ഇലകളുടെ എല്ലാം കൂടി കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുമ്പോൾ എന്താ വ്യത്യാസം? ഈ ഇലകളുടെ ടേസ്റ്റിലും അതുപോലെ തന്നെ സ്മെല്ലിലും വ്യത്യാസം വരും. അപ്പോൾ തന്നെ കീടങ്ങൾ ഇതിനെ ആകർഷിക്കാതെ പോകുന്നു. അതാണ് ബയോ സ്ട്രൈക്ക് ഇല്ലാത്തുള്ള ഒരു ഗുണം. പിന്നെ ഞാൻ ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും രണ്ടും 5 ml വീതം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സിന് ഒരു 10 ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ 15 ദിവസം വേണമെങ്കിലും കൊടുക്കാം. ഒരു 3-4 തവണ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ചെടിയും പൂക്കാത്തതാണെങ്കിൽ പോലും നല്ല രീതിയിൽ പൂക്കുകയും പൂക്കൾ നല്ല സൈസും നല്ല ടേസ്റ്റും നല്ല ആകൃതിയും എല്ലാം ഉള്ളതായിട്ട് വരും. പിന്നെ ഈ ചെടികൾ നമുക്ക് ഈ ചെടികൾക്കിടെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണ്? അതിലേക്ക് വരുന്നത് കീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീവി ക്രമാതീതമായി പെരുകുന്നതിനെയാണ് കീടം എന്ന് പറയുന്നത്. ഏത് ജീവിയാണെങ്കിലും നമുക്ക് പ്രകൃതിയിൽ എല്ലാത്തിനും ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ആ സന്തുലിതാവസ്ഥയിൽ നിന്ന് മാറി ഒരെണ്ണം ഏതെങ്കിലും ഒരു ജീവി അത് ക്രമാതീതമായി ഉണ്ടാകുമ്പോൾ അത് കീടമായി മാറുന്നു. അപ്പോൾ ഒരു കീടം ഒരു ചെടിയെ ആക്രമിക്കുന്നത് പ്രധാനമായിട്ടും ഒരു ചെടിയുടെ അടുത്തേക്ക് വരുന്ന 3 കാരണത്തിനാണ്. ഒന്ന് പാർപ്പിടം, അതായത് അതിന് താമസിക്കാൻ, അല്ലെങ്കിൽ രണ്ടാമത് ഒളിച്ചിരിക്കാനായിട്ട്, അതും പിന്നെ നമുക്ക് അതിൻ്റെ പ്രജനനത്തിന്, അതായത് അവിടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനും അതോടെ പ്രജനനത്തിന് വേണ്ടിയും അതവിടെ നിൽക്കുന്നു. പിന്നെ വരുന്നത് ആഹാരത്തിന് വേണ്ടി. മറ്റുള്ള രീതികൾക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ആഹരിക്കുമ്പോൾ മാത്രമേ അത് ശരിക്കുള്ള കീടമായി മാറുന്നുള്ളൂ. മറ്റത് അവിടെ ഒളിച്ചിരിക്കുകയോ പാർപ്പിടം ഉണ്ടാക്കുകയോ എന്ത് ചെയ്താലും ആ ചെടിയേക്ക് ഒരു ദോഷമുണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ ഒരു ചെടി ആഹരിക്കുന്നത് എപ്പോഴും അതിൻ്റെ ടേസ്റ്റും
അതോടൊപ്പം തന്നെ സ്മെല്ലും നോക്കിയാണ്. അപ്പോൾ അതിനെ മാറ്റുന്നതാണ് നമ്മുടെ ബയോ ഗാർഡും ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ അടുത്തത് നമുക്കറിയാം, ഈ കീടങ്ങളെ കൺട്രോൾ ചെയ്യാൻ പ്രധാനമായിട്ട് 3 തരം മെത്തേഡാണ്. ഒന്ന് മിനറൽ മെത്തേഡ്. മിനറൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനറൽ സൊല്യൂഷൻ ഉണ്ടാക്കി ദയാൽ സാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കുമ്മായം, കല്ലുപ്പും അതോടൊപ്പം തന്നെ ചാരവും ചേർത്തുണ്ടാക്കുന്ന ഒരു സൊല്യൂഷൻ, മിനറൽ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കീടങ്ങൾ. രണ്ടാമത്തത് ബയോളജിക്കൽ മെത്തേഡ്. ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സസ്യബുക്കുകളായിട്ടുള്ള എല്ലാ കീടങ്ങളുമാണ് ശരിക്കുള്ള കീടം എന്ന് പറയുന്നത്. മറ്റുള്ള കീടമല്ല, കീടത്തെ തിന്നുന്ന കീടമാണ്. അതിനെ പറയുന്നത് കീടത്തിൻ്റെ, അതായത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ മാതിരി ഈ കീടത്തിൻ്റെ ശത്രുവാണ് മറ്റേ കീടം. അതായത് പലപ്പോഴും പല ബയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഉപ്പൻ, അതുപോലെ പല പക്ഷികളും എന്താ ചെയ്യുന്നത്, ഈ നമ്മുടെ കീടത്തെ തിന്ന് നശിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ നശിപ്പിക്കുന്ന മെത്തേഡിനാണ് ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഓർഗാനിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വേപ്പെണ്ണ, വെളുത്തുള്ളി എമൽഷൻ, അതല്ലെങ്കിൽ നമ്മൾ വിനാഗിരി വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം പല മെത്തേഡുകൾ നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, അതാണ് ബയോ കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ജീവാണുക്കളെ കൊണ്ട് നമ്മുടെ ഇതിൽ വരുന്ന കീടങ്ങളെ കൊന്നു, അല്ലെങ്കിൽ അതിനെ ഒരു അസുഖങ്ങൾ വരുത്തി നശിപ്പിക്കുന്ന, ആമാശയത്തിനൊക്കെ അസുഖം വരുത്തി നശിപ്പിക്കുന്ന മെത്തേഡിനാണ് നമ്മൾ പറയുന്നത് ബയോ കൺട്രോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു ബയോ കൺട്രോൾ ഉണ്ട്. ബയോ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരം ബയോ കൺട്രോൾസിനെ ഒന്നിച്ച് ചേർത്താണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഒന്ന് മെറ്റാറൈസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കൂടി ഉണ്ടാകുന്ന എല്ലാ തരം കീടങ്ങളെയും, ചിതല്, അതുപോലെ വേരുപുഴു, അങ്ങനെയുള്ള എല്ലാ കീടങ്ങളെയും നശിപ്പിക്കുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചലപ്പപ്പുഴുക്കളെയും എല്ലാം നശിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ മെറ്റാറൈസിയം എന്ന ബയോ കൺട്രോൾ. അടുത്തത് വെർട്ടിസീലിയം ലെക്കാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കിംഗ് പെസ്റ്റ്, അതായത് നീരൂറ്റി കുടിക്കും. ചില കീടങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഈ നമ്മുടെ ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, അത് മൂവ് ചെയ്യല്ല, അത് അവിടെ ഇരുന്ന് അതിൻ്റെ നീര് ഊറ്റി കുടിച്ച് മണ്ടരി, അതോടൊപ്പം തന്നെ വെള്ളീച്ച, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് മൂവ് ചെയ്യത്തില്ല, ഒരു സ്ഥലത്ത് എന്നിങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിൻ്റെ കുഞ്ഞ് കൊമ്പ് കൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് നീരിങ്ങനെ മുഴുവൻ ഊറ്റി കുടിച്ച് ആ ചെടിയെ ഉണക്കിക്കളയും. അങ്ങനത്തെ കീടങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന ഒരു ബയോ കൺട്രോളാണ് വെർട്ടിസീലിയം ലെക്കാനി. പിന്നെ വേറെ തരം ഒരു കീടമുണ്ട്. നിങ്ങൾ ഈ കീടങ്ങളെയൊക്കെ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ചെടികളുടെ ഇലകൾ തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിലെ അരിപ്പ പോലെ ആക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഇലകളുടെ ഹരിതകം കാർന്ന്, ചിത്രകീടം എന്ന് പറയും, നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, എന്തോ എഴഞ്ഞ പോലെയൊക്കെ ചില ഇലകളുടെ മുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, അത് ചിത്രകീടമാണ്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഇങ്ങനെ ഇങ്ങനെ രോമങ്ങളോട് കൂടിയ പുഴുക്കളുണ്ട്. അതായത് മൃദു ശരീരമായിരിക്കും. സക്കിംഗ് പെസ്റ്റുകൾക്ക് പ്രത്യേകത കൂടുതലായിട്ടും അതുങ്ങളുടെ വണ്ട് പോലെ വർഗ്ഗം, അതിൻ്റെയൊക്കെ ബോഡിക്ക് ഭയങ്കര തോടിന് ഒരു ഉറപ്പുള്ളതായിരിക്കും. പക്ഷേ ഈ ഇതുമാതിരി ഉള്ളതിനെല്ലാം ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും, ബോഡി സോഫ്റ്റ് ആയിരിക്കും, അതുങ്ങളാണ് കടിച്ചു തിന്നുന്നത്. മറ്റത് സക്കിംഗ് പെസ്റ്റുകൾ അങ്ങനത്തത്. പിന്നെ വണ്ടുകൾ, ഇതിനെല്ലാത്തിനെയും നമുക്ക് കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോ കൺട്രോൾ. അപ്പോൾ SPCയുടെ ബയോ ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിവേറിയ ബാസിയാന, അതായത് കടിച്ചു തിന്നുന്ന എല്ലാ ജീവികളെയും അതിൻ്റെ പുഴുക്കളെയും നശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സക്കിംഗ് പെസ്റ്റ്, നീരൂറ്റി കുടിക്കുന്ന എല്ലാ ജീവികളെയും നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചിതല് തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേരുപുഴു, അമ്മാതിരി ശലഭ പുഴുക്കളെ, ഇതിനെല്ലാം നശിപ്പിക്കുന്നു. ഈ 3 തരം, ഇതാണ് പ്രധാനമായിട്ടുള്ള 3 പ്രശ്നങ്ങളാണ് ചെടികളിൽ വരുന്ന 3 തരം കീടങ്ങളാണ്. അപ്പോൾ ഈ 3 തരം കീടങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ബയോ കൺട്രോളാണ് നമ്മുടെ SPCയുടെ ബയോ ഗാർഡ്. ഇതിൽ ഞാൻ പറഞ്ഞ 3 എണ്ണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് 15 ml എടുക്കണം എന്ന് പറയുന്നത്. ഈ 3 എണ്ണത്തിൻ്റെയും 5 ml വെച്ച് വേണം. ആക്ച്വലി ഒരു
ബയോ കൺട്രോൾ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മതി. പക്ഷെ നമുക്കിപ്പോൾ 3 ഉണ്ട്, 3 ഒന്നിച്ചാണ്. അതുകൊണ്ട് 3-നെയും 5 ml വേണം. അതുമാണ് എപ്പോഴും നമ്മൾ 15 ml തന്നെ കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് നമുക്ക് ബയോ ഗ്രോത്തിൻ്റെയും ബയോ സ്ട്രൈക്കിൻ്റെയും കൂടെ വേണമെങ്കിലും ബയോ ഗാർഡ് ഉപയോഗിക്കാം. മനസ്സിലായോ? സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ കീടവും പോകും, ചെടി വളരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ബയോ ഗ്രോത്തും ബയോ സ്ട്രൈക്കും കൊടുത്താൽ ശരിക്കും വരാതിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ബയോ ഗാർഡ് നമ്മൾ കൊടുക്കുന്നത് കീടത്തെ കണ്ടാൽ, കീടത്തിൻ്റെ മേത്ത് മുട്ടുമ്പോൾ മാത്രമേ ആ കീടം നശിച്ചു പോകുന്നുള്ളൂ ഈ ബയോ കൺട്രോൾ കൊടുക്കുമ്പോൾ. മറ്റേത് രണ്ടും അങ്ങനെയല്ല. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ബി ക്യൂബ് എന്ന പേരിൽ അറിയുന്ന ബയോ ഗ്രോത്ത്, ബയോ സ്ട്രൈക്ക്, ബയോ ഗാർഡ്. പക്ഷേ ശരിക്കും അമിത വിളവ് തരും എന്ന ഒരു മിഥ്യാധാരണയിൽ എല്ലാവരും പലതരത്തിലുള്ള ഈ കീടങ്ങൾ, അതായത് കീടനാശിനികൾ, അതായത് ശരിക്കും കെമിക്കൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് നമുക്ക് രോഗങ്ങളാണ് തരുന്നത്, ശരിക്കും ആരോഗ്യമല്ല, രോഗമാണ് തരുന്നത്. മാത്രമല്ല നമ്മുടെ ചെടികളെ വീണ്ടും ഒരുപാട് കീടം വരും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിത്രകീടങ്ങളുണ്ട്. മിത്രകീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസബുക്കുകളാണ്. മാംസബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ കീടങ്ങളുടെ നമ്മളുടെ ചെടികളിൽ വരുന്ന കീടങ്ങളെ തിന്നുന്നു. ഇപ്പോൾ ഒരു നിസർ അല്ലെങ്കിൽ നീറിനെ നിങ്ങൾക്കറിയാം. നീർ ഒരു മിത്രകീടമാണ്. നീറെന്ത് ചെയ്യും? ഇതിനകത്ത് വരുന്ന പലതരത്തിലുള്ള കീടങ്ങളെയും തിന്ന് നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലേഡി ബേഡ്, ഒരുതരം വണ്ടുണ്ട്, അതൊക്കെ മിത്രകീട. അതൊക്കെ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾക്കുടെ ചെടിയെ തിന്നുന്ന കീട. അപ്പോൾ അതുപോലെയുള്ള കെമിക്കൽ പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് നല്ലതും ചീത്തതുമായ എല്ലാം നശിച്ചു പോകും, മിത്രകീടങ്ങളെ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്കോളജി ആയിട്ട് നമുക്ക് അത് വരത്തില്ല. അത് നമ്മളുടെ സന്തുലിതാവസ്ഥ അത് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ചെയ്താണ് ശരിക്കും നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഇതുപോലെയുള്ള മിത്രകീടങ്ങളെല്ലാം നശിക്കുകയും ഇതുപോലെയുള്ള കീടങ്ങൾ, ശരിയായിട്ടുള്ള കീടങ്ങൾ ഇതുപോലെ വർദ്ധിക്കുകയും ചെയ്തു. ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെയുള്ള നമുക്ക് ബയോ കൺട്രോൾസ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഓർഗാനിക് ആയിട്ടുള്ള നമുക്ക് പെസ്റ്റിസൈഡ്സുകളൊക്കെ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ജൈവ കൃഷിയിൽ ചെയ്തു വരേണ്ടത്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഉപയോഗ രീതി, നമ്മൾ ചെറിയ ചെടികൾക്ക്, അതായത് നമ്മൾ വെജിറ്റബിൾസിനൊക്കെ ചെയ്യുമ്പോൾ 3 ml ബയോ ഗ്രോത്തും 3 ml ബയോ സ്ട്രൈക്കും 1 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിൽ കലക്കി ഇലകളിൽ കുളിപ്പിച്ച്, ഇലയും തണ്ടും മുഴുവനും കുളിപ്പിച്ച് സ്പ്രേ ചെയ്യുക. അത് നമുക്ക് 10 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കാം. ഇനിയും ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ 5 ml ബയോ ഗ്രോത്തും 5 ml ബയോ സ്ട്രൈക്കും 1 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിൽ കലക്കി 15 ദിവസം ഇടവിട്ട് കുളിപ്പിച്ച് ഒരു 3 തവണയെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും. പിന്നെ ബയോ ഗാർഡ്, ഞാൻ പറഞ്ഞ 3 ബയോ കൺട്രോൾസ് ഉപയോഗിക്കുന്നു. ബയോ ഗാർഡ് നമ്മൾ ഒരു കീടത്തെ കണ്ടാൽ കീടത്തിൻ്റെ മേത്ത് വീഴത്തക്ക രീതിയിൽ 15 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കൊടുക്കുക. പിന്നെ ഇത് 3 ബയോ ഗ്രോത്ത്, ബയോ സ്ട്രൈക്ക്, ബയോ ഗാർഡ്, ഇത് 3 നമുക്ക് ഒന്നിച്ച് വേണേലും ഉപയോഗിക്കാം. അതിനാണ് 5:5:15 എന്ന റേഷ്യോയിൽ ബയോ ഗ്രോത്ത്, ബയോ സ്ട്രൈക്ക്, ബയോ ഗാർഡ് ഇവ 1 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിൽ കലക്കി കീടങ്ങളുടെ ബോഡിയിൽ വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിത് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ രാവിലെ കൊടുക്കുന്നതാണ് നല്ലത്. വെയിലോ മഴയോ ഉള്ളപ്പം കൊടുക്കാതിരിക്കുക. 3-ാമത്തെ കാര്യം, കുളിപ്പിച്ച് തന്നെ കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളിത് കൊടുക്കുമ്പോൾ നമുക്ക് മഴ ഇല്ലാത്ത സമയത്ത് ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിരാവിലെയാണ് ഏറ്റവും നല്ലത്. സ്റ്റൊമാറ്റ ഏറ്റവും തുറന്നിരിക്കുന്ന സമയം അത് തന്നെയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സംശയമില്ലേ ആർക്കും? അടുത്തത് ഒരു മിനിറ്റ്. ബയോ ഗാർഡ് നമ്മൾ വലിയ തെങ്ങുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ?
അല്ല, അത് ഞാൻ പറയാം, ഒരു മിനിറ്റ്. നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഈ ലിക്വിഡ്സ് എല്ലാം അപ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പശയാണ്. നമുക്ക് അത് കൂട്ടിയും ചേർത്ത് ഉപയോഗിക്കാം. പിന്നെ ഇൻ കേസ് ഇതിൻ്റെ കൂടെ നമുക്ക് കെമിക്കൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ബയോ ഗാർഡിൻ്റെ അല്ല, ബയോ ഗ്രോത്തിൻ്റെയും ബയോ സ്ട്രൈക്കിൻ്റെയും കൂടെ വേണമെങ്കിൽ, ഇനിയിപ്പോൾ വളരെ അത്യാവശ്യം വല്ലവരും ഉപയോഗിക്കുവാണെങ്കിലും കെമിക്കലും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ. എന്താ ചോദിച്ചത്? ബയോഗാർഡ് ചെറിയ വലിയ തെങ്ങുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ബയോഗാർഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കീടത്തിൻ്റെ മേത്ത് വീണാൽ മാത്രമേ ഗുണമുള്ളൂ. ആ വീഴുമ്പോൾ അത് ആ കീടത്തിൻ്റെ ദേഹത്തേക്ക് കയറി അതിന് രോഗം വരുത്തി അങ്ങനെയാണ് ആ സാധനം ചാകുന്നത്. അതുകൊണ്ട് മേത്ത് വീഴുന്നു. വലിയ തെങ്ങിന് പോസിബിൾ അല്ല അല്ലേ മാം? വലിയ തെങ്ങിന് ഏതെങ്കിലും രീതിയിൽ പമ്പ് വഴി സ്പ്രേ ചെയ്യും. ഇപ്പം ഡീസൽ പമ്പുകളൊക്കെ ഉണ്ട്, സ്പ്രേ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് ഓക്കെ. എന്തിനു വേണ്ടിയായിരുന്നു? വെള്ളീച്ചകൾക്കാണോ? അല്ല മാം, ഈ കൊമ്പൻചെല്ലി തന്നെയായിരുന്നു. റൂട്ടിൽ കൂടി കയറി മുകൾ വശത്തുനിന്ന് കംപ്ലീറ്റ് തിന്നിട്ട് ഒടിന് താഴെ വീഴുന്നായിരുന്നു പറഞ്ഞിരുന്നത് കസ്റ്റമറെ. അങ്ങനെയുള്ള കേസസിൽ പെട്ടെന്ന് നമുക്കൊരു ഈ നമ്മുടെ ബയോഗാർഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. മനസ്സിലായോ? ഇത് ആ ചെടിക്ക് ഉടൻ ചാകത്തില്ല. ഇപ്പോൾ ഒരു കീടത്തിനെ കണ്ടു, അതിൻ്റെ മേത്തേക്ക് നമ്മളൊരു ബയോഗാർഡ് ഒഴിച്ചാൽ ഉടൻ നമ്മളത് ചാകത്തില്ല. അതിന് ഒരു അസുഖം വരുത്തി കുറച്ച് സമയം എടുത്താണ് അത് ചാകുന്നത്. പിന്നെ ഇപ്പോൾ ഓൾറെഡി ചെല്ലിയുടെ മുട്ടയും ഒരേ നശിച്ച്, നമുക്കറിയാം ഒരു ചെല്ലിയെ സംബന്ധിച്ച് ഒരു ചെമ്പൻ ചെല്ലി മുട്ടയിടുമ്പോൾ 300 മുതൽ 400 മുട്ട വരെ ഒരു തവണ അത് ഇടും. മനസ്സിലായോ? അപ്പം ഇതുങ്ങളെല്ലാം ഇറങ്ങി വരുന്നത് പുഴുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല വലിപ്പമുള്ള പുഴുക്കളാണ്. ഈ പുഴുക്കളെല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് അതിൻ്റെ അകം തുരന്ന് തിന്നുമ്പോൾ പെട്ടെന്ന് തന്നെ അത് തീർന്നു പോകും, ആ ഭാഗം തീരും. അതുകൊണ്ടാണ് അത് പെട്ടെന്നങ്ങ് മറിയുന്നത്. അപ്പം ഇതിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കെമിക്കൽ ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കുക. ബയോഗാർഡ് ഉപയോഗിച്ചാലും പോകും, പക്ഷേ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ മേത്ത് വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കെമിക്കൽ ഉപയോഗിച്ച ഉടനെ നമ്മുടെ ഹോമിയോ കൊടുക്കണേ. ഏതാ? തെങ്ങിന് സജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇത് ചെടികൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ? അല്ല, തെങ്ങിന് ഞാൻ പറഞ്ഞില്ലേ, തെങ്ങിന് പിന്നെ വേറൊരു കാര്യത്തിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, തെങ്ങിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ നനച്ച ശേഷം ഈ ബയോഗാർഡ് 15 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കലക്കിയിട്ട് ആ തടിയിലേക്ക് മൊത്തം അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പയ്യെ അത് മുകളിലേക്ക് കയറിപ്പോകും. മനസ്സിലായോ? മനസ്സിലായി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്തെങ്കിലും ആരെങ്കിലും ടീമില്? ഹലോ, ചോദിച്ചോ. ടീമിൽ ആരെങ്കിലും സംശയങ്ങൾ? ഹലോ, ചോദിച്ചോളൂ. ഉപയോഗിക്കുന്നത് കമുങ്ങിന്റെ മഹാളിക്കാണോ? ക്യൂർ പ്ലസ് ഫംഗസിനാ. മഹാളി രോഗത്തിനല്ല. മഹാളി എന്ന് പറഞ്ഞാൽ ഫംഗസാ സാറേ. അത് നമ്മള് ജാതിക്ക് ഉപയോഗിച്ചല്ലോ മേഡം? എല്ലാത്തിനും ഫംഗസിന് ഉപയോഗിക്കാം. ഫംഗസിന് നമുക്ക് ബയോ കൺട്രോൾ ആയിട്ട് ഉപയോഗിക്കുന്ന ട്രൈക്കോഡർമ നമുക്ക് സമ്പുഷ്ടീകരിച്ച് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ചെടികളിൽ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നതാണ് ക്യൂർ പ്ലസ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സ്പയറി നോക്കി ഉപയോഗിക്കുക. ഇനി എന്തെങ്കിലും സംശയം? ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ബയോ ഗ്രോത്ത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി? അതായത് ബയോ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വേപ്പെണ്ണയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബയോ സ്ട്രൈക്ക് നമ്മൾ സ്പ്രേ ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു, മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു 40 മുതൽ 50% വരെ ചെടിക്ക് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? അതുകൊണ്ട് നമുക്ക് ആക്സസ് ആയത്, അതായത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റിയ വലിപ്പമുള്ള എല്ലാ ചെടികളിലും കുളിപ്പിച്ച് സ്പ്രേ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ. 95% ചെടിക്ക് എടുക്കാൻ പറ്റുന്നു. 48 മണിക്കൂറിനുള്ളിൽ തന്നെ ചെടിക്ക് കിട്ടുകയും ചെയ്യും.
അപ്പൊ ഈ ചെറിയ ചെടികളിൽ നമ്മുടെ ബയോഗാർഡ് എത്ര ml എടുക്കേണ്ടത്? ഒരു ലിറ്ററിന് 15 ml തന്നെയാണോ? അതായത് ബയോഗാർഡ് എല്ലാത്തിനും 15 ml. ബയോഗാർഡ് കരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. അത് കുറച്ച് സൂക്ഷ്മ ജീവികൾ മാത്രം അതിനെ ഇങ്ങനെ നമുക്ക് ഈസ്റ്റൊക്കെ വെച്ചിരിക്കുന്ന പോലെ അതിനെ ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. ബയോഗാർഡ് കൂടുതൽ ഒഴിച്ചാലും ഒന്നും ഇങ്ങനെ കരിഞ്ഞു പോകുന്ന അങ്ങനത്തെ പ്രശ്നം വരില്ല. പക്ഷെ നമുക്ക് വേണ്ടത് 5 ml ആണ് ഒരെണ്ണം. പക്ഷെ നമുക്ക് ഇതിനകത്ത് 3 എണ്ണം കൂടി കൂടിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ 15 ml എടുക്കുന്നത്. ബയോഗാർഡ് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഹലോ, ബയോഗാർഡ് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. ബയോ സ്ട്രൈക്കിൻ്റെ കൂടെയല്ല, വെറുതെ ബയോഗാർഡ് തന്നെ വെള്ളത്തിൽ കലക്കി 15 ml. എന്നാൽ നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്യുമ്പോൾ 5 ml ബയോഗാർഡും 5 ml ബയോ സ്ട്രൈക്കും 15 ml ബയോഗാർഡും 1 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിൽ കലക്കി അടിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. എന്തോ പറഞ്ഞത്? സുരേഷ് സാർ ചോദിച്ചോളൂ. അല്ല, അജിത് സാർ ബയോഗാർഡ് നമ്മളിപ്പോ ഈ ബയോഗാർഡ് നമ്മള് മണ്ണിൽ ഒഴിക്കുമ്പോ ഇത് നമ്മുടെ കീടങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, പ്രിവെൻഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, ഇത് കീടത്തിന്റെ മേത്ത് വീഴുമ്പോ കീടം ചത്തുപോവുക ചെയ്യുന്നത്, അതിന് രോഗം വന്ന് ചാവുക ചെയ്യുന്നത്. ബയോ കൺട്രോൾസ് നമ്മൾ അത് കീടത്തെ കണ്ട ശേഷം ഇതാക്കുന്ന. പിന്നെ ഫംഗസ് ഒക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് ട്രൈക്കോകെയർ SPC ട്രൈക്കോകെയർ നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുത്താൽ ഫംഗസ് വരൂല കേട്ടോ. ഭയങ്കര നല്ല സാധനം കിട്ടുമെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളം 20 ഡേയ്സിൽ 3 ഇന്റർവെൽസ് ആയിട്ട് കൊടുത്താൽ മതിയോ മാക്സിമം? ഫ്രൂട്ട് പ്ലാന്റ്സിനാ? അതെ, ഫ്രൂട്ട് പ്ലാന്റ്സിന് ഒരു 15 ഡേയ്സ് ഇന്റർവെൽസിൽ കൊടുക്കാം. 15 ഡേയ്സിൽ അല്ലേ? അപ്പൊ മറ്റേ ചെറിയ തെങ്ങുകളാണെങ്കിലോ, തൈത്തെങ്ങുകളൊക്കെ ആണെങ്കിലോ? തൈത്തെങ്ങുകൾക്ക് നമുക്ക് വളർച്ചാ ഘട്ടമാണല്ലോ. വളർച്ചാ ഘട്ടത്തിൽ നമുക്ക് 20 ദിവസം കൂടുമ്പോ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് ഇത് ബയോഗാർഡ് ആണെങ്കിൽ എന്തോ ഇപ്പം ഈ മൺസൂൺ സീസൺ ആയതുകൊണ്ട് കൊമ്പൻചെല്ലിയുടെ നല്ലതായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കുറച്ച് പേര് വിളിക്കുമ്പോഴേ. തൈത്തെങ്ങുകൾക്ക് വരെ, ചെറിയ തെങ്ങുകൾക്ക് വരെ. അപ്പൊ അവയ്ക്കാണെങ്കിലും ഈ 20 ഡേയ്സ് ഇന്റർവെൽസിൽ 3 ടൈം കൊടുത്താൽ മതിയോ? ഞാനത് പറഞ്ഞത് മനസ്സിലായി. അതായത് കീടത്തെ കണ്ടാൽ മാത്രം, അപ്പൊ 20 ഡേയ്സ് എന്നല്ല അത് വേണ്ടത്. കീടത്തെ എപ്പോ കാണുന്നോ അതിന്റെ മുകളിൽ വീഴണം. എന്തോ പ്രിവെൻഷൻ അല്ല, ഇപ്പൊ സ്റ്റില്ലായിട്ട് ഉണ്ടെന്നാ ഞാൻ പറഞ്ഞല്ലോ. ഈ ബയോഗാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കുന്നതല്ല, എന്നാൽ നമ്മുടെ SPC ഹോമിയോ അഗ്രോ കെയർ എല്ലാം വേണ്ടി കൊടുക്കുന്ന. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ 20 ഡേയ്സ് ആയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. ഈ എപ്പോഴാണോ അത് ഉള്ളത് അതിനെ കണ്ട ശേഷം കൊടുക്കുക. കാണുമ്പോൾ മാത്രം. അതാ മാം, ഇപ്പൊ കണ്ടു യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് അടുത്തത് എപ്പോ ചെയ്യണോന്നാണ് സാർ ചോദിച്ചത്. ഇപ്പൊ സ്റ്റില് സാർ മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു 1 വീക്ക് ആയിട്ടുണ്ട് യൂസ് ചെയ്തിട്ട്. എന്നാലും ഇടക്ക് വീണ്ടും ഇത് വരും അല്ലെ? ഇത് വന്നിട്ടുണ്ട്. അതിനാണ് ചെയ്യേണ്ടത്. ഇത് യൂസ് ചെയ്ത ഉടനെ തന്നെ ഹോമിയോ കൊടുക്കുക. അപ്പൊ പിന്നെ അത് വരൂല, അത് വരാതിരിക്കാൻ. ശരിക്കും കൊടുക്കണം മാം. അപ്പൊ എന്തോ എത്ര ഗ്യാപ്പില് ബയോഗാർഡ് യൂസ് ചെയ്ത് എത്ര ദിവസത്തിന് ശേഷം ഹോമിയോ കൊടുക്കാം? പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം കൊടുക്കാം അല്ലെ? ഓക്കെ മാം. ചോദിക്കണ്ടേ, നമ്മള് 250 ml 500 ml എന്നൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബോട്ടിൽസ്. അപ്പൊ എത്ര എണ്ണത്തിന് ഏത് സജസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു അളവ് പറഞ്ഞുതരാൻ പറ്റുമോ? അതായത് ഞാൻ പറഞ്ഞല്ലോ, അനുസരിച്ചാണ് അതിന്റെ വേരിയേഷൻ. നമുക്കിപ്പോ ഏതിനുപയോഗിക്കാനായിരുന്നു ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പൂച്ചെടി പച്ചക്കറികളൊക്കെയാണ് അത്യാവശ്യം കൂടുതലായിട്ട് ഉണ്ട് എന്ന് പറയും, ചിലവര് കുറച്ചേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ കൂടുതലായിട്ടുള്ളവർക്ക് അതായത് ഇച്ചിരി പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ബയോഗാർഡ് നമ്മൾ 250 ml കൊടുക്കുക. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ 500 കൊടുക്കുക. ബയോഗാർഡിന് മാത്രം നമുക്ക് എക്സ്പയറി ഉണ്ട് കേട്ടോ, മറ്റേത് രണ്ടിനും എക്സ്പയറി ഇല്ല. ബയോ ഗ്രോത്തിനും ബയോ സ്ട്രൈക്കിനും എക്സ്പയറി ഇല്ല. പക്ഷെ നമുക്ക് ഗവൺമെന്റിന്റെ ഒരു നിയമമുണ്ട്, ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ എക്സ്പയറി എഴുതി വെക്കണം എന്ന്. അതുകൊണ്ട് മാത്രം 3 വർഷം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അത് ഇരിക്കുന്തോറും അതിന്റെ ഗുണം കൂടത്തേ ഉള്ളൂ.
ഫെർമെൻറ്റേഷൻ നടക്കും തോറും അതിൻ്റെ പുളിക്കുന്നൊരു ലിമിറ്റ് വരെ അതിനെ ഒരു പ്രത്യേക സൊല്യൂഷനിൽ വളർത്തുന്നതാണ്. അതൊരു ലിമിറ്റ് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അതിനെ മീഡിയ നശിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതിനെ തന്നെ വേറൊരു മീഡിയയിലേക്ക് ഇട്ടാൽ അത് അവിടെ പിന്നെയും വളർന്നു വരും. പക്ഷേ ആ ഒരു ബോട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അത് ഒരു പരിധിവരെ ഇതായി അവസാനം അത് നശിച്ച് അത് പിന്നെ ഉപയോഗശൂന്യമായി അതെല്ലാം ചത്തുപോകും അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ അത് 1 വർഷം എന്നാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി, എക്സ്പയറിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് ഈ നമ്മുടെ PGR ഐറ്റംസിനകത്ത് ചാക്കുവെള്ളത്തിന് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നവരും വീര്യം കൂടും. അതായത് നമ്മുടെ PGRലെ QR+ മാത്രം എക്സ്പയറി ഉണ്ട്. QR+ 1 year ആണ്. അല്ല, അതിനകത്ത് എഴുതിയിരിക്കണ എത്രയാണോ 3 years ആണ്. 3 years കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. പക്ഷേ മറ്റുള്ള എല്ലാത്തിനും ഇരിക്കുന്തോറും ഗുണം കൂടത്തേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ എക്സ്പയറി വെക്കണം എന്ന് പറയുന്നതുകൊണ്ട് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചാക്കുവെള്ളത്തിനും ഒരു കുഴപ്പമുള്ളതല്ല, നമുക്ക് എക്സ്പയറി ഒന്നുമില്ല. 2 സാധനങ്ങൾക്ക് മാത്രമേ നമ്മുടെ ഇതിനകത്ത് മെയിനായിട്ട് എക്സ്പയറി പ്രശ്നം വരുന്നത്. ഒന്ന് നമ്മുടെ ബയോ ഗാർഡിനും പിന്നെ QR+നും. 95% ചെടിക്ക് എടുക്കാൻ പറ്റുന്നു, മണ്ണിൽ കൊടുക്കുന്ന പോലെയല്ല. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ചെടിക്ക് അത് എടുക്കാൻ പറ്റുന്നു. നമ്മളിപ്പം നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കൊരു ടാബ്ലറ്റ് തരുന്നത് അതും അതോടൊപ്പം തന്നെ ഇഞ്ചക്ഷൻ തരുന്നതും തമ്മിൽ വ്യത്യാസം അറിയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെയാണ് ഈ ചെടികളിൽ നമ്മൾ ഞരമ്പിലേക്ക് കയറ്റി വിടുന്ന പോലെ തന്നെയാണ് ചെടിയുടെ സ്റ്റൊമാറ്റോ വഴി നമ്മൾ ഈ ഫെർട്ടിഗേഷൻ എന്നാണ് അതിന് പറയുന്ന നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ മാത്രവുമല്ല, നമ്മൾ ഈ ഫെർട്ടിഗേഷൻ നമ്മൾ മണ്ണിൽ വളം കൊടുക്കുമ്പോൾ ഈ വളത്തെ ചെടിക്ക് എടുക്കാനായിട്ട് ഒരു ഊർജം വേണം, മനസ്സിലായോ? പക്ഷേ നമ്മൾ ഈ ഫെർട്ടിഗേഷൻ വഴി കൊടുക്കുമ്പോൾ ആ ഊർജം ഇല്ല. ആ ഊർജം കൂടി ചെടികൾ വളരാനുള്ള സാഹചര്യമാണ്, വളരാൻ അതല്ലെങ്കിൽ പൂടേണ്ട സമയമാണ്, പൂടാൻ വേണ്ടി ആ എനർജി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് പൂടാനും ഒക്കെ സാധിക്കുന്നത്. അത്രയും അതിന് ഒരു വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലായോ? ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡിൽ പെട്ടെന്ന് നമ്മൾ ജൈവവളം മാത്രമായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതായത് അതിന് സ്റ്റേജ് ആയിട്ട് ആദ്യമേ 1/3 1/3 ഭാഗം ഇത് ഉപയോഗിക്കുക, രണ്ടാമത് 2/3 ഭാഗം, പിന്നെ 3 ഭാഗം. ആ രീതിയിൽ വേണം എടുക്കാൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളം ഉപയോഗിച്ച് കിടക്കുന്ന ഒരു മണ്ണിൽ നമുക്കറിയാം ഒരു തരത്തിലുള്ള ഒരു സൂക്ഷ്മ ജീവികൾ ഉണ്ടാവില്ല. ആ മണ്ണിന് ജീവനില്ല, മനസ്സിലായ? അത് ഒരു ചുമന്ന നിറത്തിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മൾ ഇത് ആദ്യമേ കുറച്ച് കൊടുത്ത് അതിനെ ജീവൻ ഉള്ളതാക്കണം. പിന്നെ 3 വർഷം കഴിഞ്ഞ് നമ്മൾ ഒരു വർഷം ഈവൻ കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് വിളവ് കുറച്ച് കുറയുന്നുള്ളല്ല, കിട്ടാതിരിക്കില്ല. പക്ഷേ രാസവളം കൊടുക്കുന്നിടത്ത് നമ്മൾ ഈ തവണ കൊടുത്തു അടുത്ത തവണ ഒന്നും കൊടുക്കാതിരുന്ന ഒന്നും ഉണ്ടാവില്ല. അതാണ് തമ്മിൽ. അതായത് നമ്മുടെ മണ്ണിനെ അതായത് രാസവളവും രാസകൃഷിയും ജൈവകൃഷിയുമായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം. രാസകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളയെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷിയാണ്. അത് വിളയ്ക്ക് ഇത്രയും വളം നമ്മളത് അളന്ന് തൂക്കി അത്രയും വളം കൊടുത്ത് അത് മുഴുവൻ ചെടി എടുക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ജൈവകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ ആധാരമാക്കി. അപ്പം മണ്ണിനെയാണ് നമ്മൾ പുഷ്ടിപ്പിച്ച് ചെയ്ത് ആ മണ്ണ് നന്നാക്കിയിട്ട് മണ്ണിൽ കൂടിയുള്ളത് നമുക്കെല്ലാം. അതാണ് നമുക്ക് ജൈവകൃഷിയിലുള്ള സാധനങ്ങൾക്ക് അത്ര ടേസ്റ്റ് കിട്ടാനുള്ള കാരണം അതിനകത്ത് എല്ലാ മൂലകങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് മണ്ണിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ടാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ മണ്ണിൽ വളത്തെ ഒരിക്കലും ചെടി തന്നെ വലിച്ചെടുക്കൂല. ചെടികളുടെ വേരുകൾ വലിച്ചെടുക്കണമെങ്കിൽ അവിടെ സൂക്ഷ്മ ജീവികൾ വേണം. ഈ സൂക്ഷ്മ ജീവികളെല്ലാം വളരുന്നത് 7 എന്നുള്ള pH-ലാണ്. നമുക്ക് 6-ലും 5-ലും ഒക്കെ വളരുന്ന സൂക്ഷ്മജീവികളെല്ലാം തന്നെ ചെടികൾക്കും മണ്ണിനും എല്ലാം ദോഷം ചെയ്യുന്ന ഫംഗസ്, വൈറസ്, ബാക്ടീരിയ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഫംഗസ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അത് മാറും, പിന്നെയും വരും. എന്തുകൊണ്ടാണ്? ഈ മണ്ണിൻ്റെ pH കുറഞ്ഞിരിക്കുന്ന മണ്ണിൽ എപ്പോഴും വീണ്ടും ഫംഗസ്, വൈറസ്, ബാക്ടീരിയ കിടക്കുന്നുണ്ട്. പക്ഷേ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ വരൂല.
അതുകൊണ്ടാണ്, മാത്രവുമല്ല സൂക്ഷ്മജീവികൾ എന്ന് ഞാൻ പറഞ്ഞു, 7 എന്നുള്ള pH വളരുന്ന സൂക്ഷ്മജീവികളാണ് നമ്മൾ ഇടുന്ന വളത്തെ പെട്ടെന്ന് ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിൽ വെള്ളവുമായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ സൂക്ഷ്മജീവികൾ ഇല്ലാത്ത ഒരു മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ വളം എടുക്കാത്ത ഒരവസ്ഥ വരും. പക്ഷേ നമ്മുടെ SPC ഹോമിയോ അഗ്രോ കെയർ, SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുമ്പോൾ pH കുറഞ്ഞ മണ്ണിലെ പോലും വളത്തെ ചെടികൾ എടുക്കും എന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. തന്നെ വളം കൊടുക്കുന്നതിനേലും പെട്ടെന്ന് നമുക്ക് ഈ ബയോഗ്രോത്ത് ബയോസ്ട്രൈക്ക് കൊടുക്കുമ്പോൾ റിസൾട്ട് കാണാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, ഈ വലിയ ഇലകളായിരിക്കും. ആ ഇലകൾക്കെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ അങ്ങനെ വലിയ ഇലകൾ വരുമ്പോഴാണ് പെട്ടെന്ന് കീടങ്ങൾ വരുന്നത്, പ്രത്യേകിച്ച് ഓർഗാനിക്. അന്നേരമാണ് നമ്മൾ ഈ നമ്മളുടെ ബയോഗാർഡ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ വലിപ്പമുണ്ട്. അതുപോലെ ഫ്രൂട്ട്സിനാണേലും നല്ല വലിപ്പമായിരിക്കും. നല്ല ഏത് ഫ്രൂട്ടിനും അതിൻ്റേതായ നല്ല ഷേപ്പും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും. കളറും ഉണ്ട്, അതിൻ്റേതായ കളർ. നമുക്ക് തെങ്ങിന് ഈ മൂന്നും മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റൂല്ലേ? അത് പ്രശ്നം ഉണ്ടെങ്കിലാണോ കൊടുക്കേണ്ടത്? പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ച, പൂവിടൽ, കായപിടുത്തം അതിനെല്ലാം വേണ്ടി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫുൾ ചെടി മുഴുവനായിട്ട്. ബയോഗാർഡ് ആണെങ്കിൽ നമുക്ക് മണ്ണിലും ഒഴിച്ചു കൊടുക്കാം, ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കീടത്തെ കണ്ടാൽ മാത്രം, കീടത്തെ നശിപ്പിക്കുന്ന ഒരു പെസ്റ്റിസൈഡാണ്. ഇനി ബയോ ഗ്രോത്ത് ആണെങ്കിൽ നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ചെടി വളർച്ച, അതുപോലെ തന്നെ പൂവിടൽ, വലിയ ചെടികൾക്ക് അത് കൊടുക്കാം. അപ്പോൾ ബയോ ഗ്രോത്തിൻ്റെയും ബയോ സ്ട്രൈക്കിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml. എന്നാൽ ബയോ ഗാർഡ് എന്ന് പറയുന്നത് 1 ലിറ്ററിൽ 15 ml വേണം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരം ബയോ കൺട്രോൾസിൻ്റെ ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ എന്താണേലും 5 ml വെച്ച് വരുമ്പോഴേ 1 ലിറ്റർ വെള്ളത്തിനകത്ത് അത് എഫക്റ്റീവ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഇത് 3 എണ്ണം കൂടി ഉള്ളത് കൊണ്ട് 15 ml. മനസ്സിലായോ? മനസ്സിലായി. താങ്ക് യു മാം. ഭാഗത്തും ഈവനായി തന്നെ വളം കിട്ടും. ഒന്ന് ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള വളം കൊടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുമല്ലോ, ഒരിക്കലും ഒരേപോലെയല്ലേ. ഇപ്പോൾ വെള്ളമാണെങ്കിലേ ഈവനായിട്ട് കിട്ടുള്ളൂ, അതൊരു ഗുണം. രണ്ടാമത്തെ കാര്യം, ഫാസ്റ്റ് റിലീസിങ് ഫെർട്ടിലൈസർ, പെട്ടെന്ന് തന്നെ ആ വളം റിലീസ് ചെയ്ത് ചെടിക്ക് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെയെന്ന് പറഞ്ഞു. മൂന്നാമത്തെ, പോഷണങ്ങൾ ഒട്ടും തന്നെ നഷ്ടപ്പെടുന്നില്ല. അതായത് പെട്ടെന്ന് മറ്റേത് രീതിയിൽ നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ ഒരുപാട് വേസ്റ്റായി പോകുന്നു. ഇത് ഞാൻ പറഞ്ഞു 95% കിട്ടുന്നു. അതാണ് പോഷണങ്ങൾ. പിന്നെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇപ്പം ഒരു കുഞ്ഞു കുപ്പിയിൽ എടുത്തുകൊണ്ട് പോയി വെള്ളമായിട്ട് കലർത്തി എത്ര ദൂരെയാണേലും നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് മറ്റേ മാനുവറൊക്കെ ആണെങ്കിൽ ഭയങ്കര വെയിറ്റാണ്, കൊണ്ടുപോകാനും ഒക്കെ പാടാണ്. പിന്നെ ശരിയായ അളവിലും സമയത്തും ഒരുപോലെ കൊടുക്കാൻ സാധിക്കുന്നു. അതായത് നമുക്ക് കൃത്യം അളവിൽ ചെടിക്ക് ഇത്രയും വേണം എന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ആ ഒരു സമയത്ത്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർഷത്തിൽ 2 തവണയിൽ 1 തവണ കൊടുക്കുന്നു, അതോടെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ അളവിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇത്രയും കൃത്യം അളവ് 5 ml, അത് ഇത്രയും ഇൻ്റർവെൽ അതിലുമൊക്കെ കൊടുത്ത് ചെടിക്ക് മുഴുവൻ കിട്ടുന്ന രീതിയിൽ ആക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും വളരെ എളുപ്പം. കാരണം ഒരു ടിന്നിൽ ശരിക്കും ഒരു ചാക്ക് വളത്തിൻ്റെ അത്രയും ഗുണമുണ്ട് 1 ലിറ്റർ ഇതിന്. അത് അത്രയും ചെറിയ ഒരു ഇതിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നു. പിന്നെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഉപയോഗിക്കേണ്ട അളവും സമയവും ശ്രദ്ധിക്കുക. രാവിലെ മാത്രം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ml-ൻ്റെ കാര്യം പറഞ്ഞു. 5 ml ബയോഗ്രോത്ത്, 5 ml ബയോ സ്ട്രൈക്ക്, 15 ml 15 ml ബയോഗാർഡ്, അത് ശ്രദ്ധിക്കുക. പിന്നെ നേർപ്പിക്കലും ശ്രദ്ധിക്കണം. അതും ഞാൻ ഇത് തന്നെ ഈ ml-ൻ്റെ കാര്യം പറഞ്ഞു. ആ വെള്ളത്തിൽ, കാരണം കോൺസെൻട്രേഷൻ കൂടിയാൽ അതിനകത്ത് നമുക്ക് ഓസ്മോസിസ് എന്ന് പറയും. അതായത് സാന്ദ്രത കൂടിയ സ്ഥലത്തേക്ക് സാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ചെടിക്ക് ഒരു വാട്ടം ഉണ്ടാവും, ഓസ്മോസിസ് പ്രോസസ്സ് നടന്നു. അതുകൊണ്ട് അളവും അതോടൊപ്പം തന്നെ നേർപ്പിക്കലും ശ്രദ്ധിക്കണം. പിന്നെ ഇത് എല്ലാ ചെടികൾക്കും കൊടുക്കാം.
മനസ്സിലായി? എല്ലാ ചെടിക്കും ഇത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആഴ്ചയിലൊരിക്കൽ പച്ചക്കറികൾക്കും 15 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും. പിന്നെ രാവിലെ വെയിലിന് മുൻപ് കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. പിന്നെ ദ്രാവകവളം, നമ്മുടെ ഈ ഫെർട്ടിലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ഉടൻ ഒരിക്കലും വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ ആദ്യമേ തലേ ദിവസം തന്നെ അങ്ങ് നനച്ചിട്ടേക്കുക. അതല്ലെങ്കിൽ അന്ന് തന്നെയാണെങ്കിലും നനച്ച ശേഷം മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് വാഷ് ഔട്ട്. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് ഉടനെ നനയ്ക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ചെടിയുടെ എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഈവനായിട്ട് തന്നെ എല്ലാ ഭാഗത്തും കുളിപ്പിച്ച് തന്നെ സ്പ്രേ ചെയ്തിടണം. പിന്നെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴും ചോട്ടിലിൻ്റെ ചുറ്റിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് വലിച്ചെടുക്കാൻ തുടങ്ങും. ഇതൊക്കെയാണ് ഏറ്റവും ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ബയോഗാർഡ്. ഒരുപാട് ചെടികളിൽ വളരുന്ന കുരുമുളകിൻ്റെ എല്ലാ തരം കീടങ്ങൾക്കെതിരെയും ശരിക്കും പറഞ്ഞാൽ ഈ 3 ബയോ കൺട്രോൾസ് കൊണ്ട് മാത്രം എല്ലാ കീടങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പം ഞാനിത് പറഞ്ഞില്ലായിരുന്നോ? എന്തോ നല്ല വെയിലുള്ള സമയത്തും മഴയുള്ളപ്പോഴും യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ എങ്ങനെയാ യൂസ് ചെയ്യാൻ പറ്റുക? അപ്പൊ പെട്ടെന്ന് നമ്മൾ മഴയില്ലാത്ത ഒരു ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും അതായത് സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല. അല്ലാതെ ഈ സീസൺ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. സീസൺ അല്ല. ഇപ്പൊ ഇന്നിപ്പോ രാവിലെ നമുക്കറിയാം മഴയില്ല. ഞാൻ പറഞ്ഞില്ലേ മഴയില്ലാത്താണ് അന്ന് അപ്പൊ ചെയ്യാം. പിന്നെ വെയിലത്തെന്ന് പറഞ്ഞാൽ വെയിൽ സീസൺ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു 11 തൊട്ട് 3 മണിവരെയൊക്കെയുള്ള ഭയങ്കര എക്സ്ട്രീം വെയിലുള്ള സമയം. മനസ്സിലായോ? അപ്ലൈ ചെയ്തിട്ടായിട്ടും പിന്നീട് മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ അല്ലെ? കഴിഞ്ഞാൽ കഴിയുന്നതും നമുക്ക് രാവിലെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഒരു മഴയില്ലാത്ത ഒരു ദിവസം. അങ്ങനെയുള്ളത് ഒഴിക്കും നല്ലത്. ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നത് വലിയ കുഴപ്പമില്ല. അതല്ല മാം, ഈ ബയോഗാർഡ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഈ വെയിലിനെ മനസ്സിലായ ഈ ബയോ കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു സൂക്ഷ്മ ജീവികളാ. അപ്പം ഭയങ്കര വെയിലത്താണെങ്കിൽ അത് 40 ഡിഗ്രി വരെ അത് ഓവർകം ചെയ്യും എന്ന് പറഞ്ഞാലും അതത്ര നല്ലതല്ലല്ലോ. ഇതിങ്ങനെ അവിടെ പെരുകാനും ഒക്കെ അതിൻ്റെതായ അനുകൂല സാഹചര്യം. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ എക്സ്ട്രീം വെയിലൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കൊടുക്കാം. ശക്തമായി വെയിലുള്ളപ്പോൾ കൊടുക്കാൻ പാടില്ലെന്നുള്ളൂ. എന്തോ പശ നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടാം. ഹോമിയോയുടെ കൂടെ മാത്രം കൂട്ടാൻ പാടില്ല. മറ്റേന്റെ കൂടെ പശ കൂട്ടാം കേട്ടോ. അതായത് മഴക്കാലത്ത് ഇച്ചിരി പശ കൂട്ടുന്ന നല്ല. ഇപ്പം നമ്മുടെ തന്നെയാണ് അപ്സയാണേലും 10 ലിറ്ററിലേക്ക് ഒരു 3.5 ml മതി. അങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങ് അടിച്ചാൽ മതി. ഈവൻ കഞ്ഞിവെള്ളം ഇല്ലേ തലേദിവസത്തെ ഏലച്ചെടിക്ക് എങ്ങനെയാ ഉപയോഗിക്കുക? ഞാനിത് പറഞ്ഞത് മനസ്സിലായി. എല്ലാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തുക, കുളിപ്പിച്ച് സ്പ്രേ ചെയ്യുക. ഏലത്തിനും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. 20 ദിവസം ഇടവിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. മനസ്സിലായ? ഹലോ, മനസ്സിലായോ? മനസ്സിലായി മാഡം. 20 ദിവസം ഇടവിട്ട് 5 ml ബയോഗ്രോത്ത്, 5 ml ബയോസ്ട്രൈക്ക്, 1 ലിറ്റർ വെള്ളം എന്നുള്ള അനുപാതത്തിൽ കുറച്ച് അപ്സയും കൂടി കൂട്ടിക്കോട്ടെ. എന്നിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്യുക രാവിലെ. അവിടെയൊക്കെ ഏലത്തോട്ടത്തിലൊക്കെ ശരിക്കും അതിരാവിലെ അങ്ങനെ വേണമെന്നൊന്നുമില്ല. കാരണം അവിടെയൊന്നും ഭയങ്കര ക്ലൈമറ്റ് വ്യത്യാസം വരുന്നില്ല. അവിടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കുമല്ലോ. അപ്പൊ ഒരേക്കർ ഏല ഉണ്ട് എന്നൊക്കെ പറയുന്നവരോട് എത്ര അളവിലെടുക്കാൻ പറയണ്ടേ മാഡം? അതായത് അവരോട് ചോദിക്കണം അവര് കെമിക്കൽ എത്ര, അപ്പോൾ ഓരോരുത്തരും ഓരോ കെമിക്കൽ എത്ര ലിറ്റർ ഉപയോഗിക്കുക എന്നുണ്ട് എന്ന് ചോദിക്കണം. അവർ സാധാരണ
അത് എനിക്ക് തോന്നുന്നു 600 ലിറ്ററൊക്കെയാണെന്ന് തോന്നുന്നത് ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. അപ്പോൾ 600 ലിറ്ററിലാണെങ്കിൽ 200 ലിറ്ററിലേക്കാണ് നമുക്ക് 1 ലിറ്റർ ബയോഗ്രോത്തും 1 ലിറ്റർ ബയോ സ്ട്രൈക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കേസിൽ നമുക്ക് 3 ലിറ്റർ ബയോഗ്രോത്തും 3 ലിറ്റർ ബയോ സ്ട്രൈക്കും വേണ്ടി വരും. അവരോട് ചോദിച്ചാൽ മതി നിങ്ങൾ എത്ര ബാരൽ, അതായത് ഈ ഒരു ബാരലായിട്ടാണ് അവർ 200 ലിറ്ററിൻ്റെ ഉപയോഗിക്കുന്നത്, എത്ര നിങ്ങൾ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അത്രയും ലിറ്ററിനും അവർ പറയും. അത്രയും ലിറ്ററിലേക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലായില്ലേ? നീരൂറ്റി കുടിക്കുന്ന എല്ലാ കീടങ്ങളും അവയുടെ മുട്ടയെ നശിക്കും. രണ്ടാമത്തെ കാര്യം, ചെടിയുടെ വളർച്ചയെ പെട്ടെന്ന് ചെടി വളരുന്നു, ത്വരിതപ്പെടുത്തുന്നു, കൂടുതൽ പുഷ്പിക്കുകയും പുഷ്പങ്ങൾ കായായി മാറുകയും ചെയ്യുന്നു. പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ കൂടാതെ ധാരാളം കാൽസ്യവും ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ കീടങ്ങളെയും ഇലപ്പേനുകളെയും നശിപ്പിക്കുന്നു. വെള്ളീച്ച ഇലപ്പേനുകൾ പരത്തുന്ന പിന്നെ ഈ വൈറസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വൈറസ് നമുക്ക് കൊറോണ പോലത്തെ. അപ്പോൾ ഈ വൈറസുകളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കെമിക്കലിലും അതുപോലെ തന്നെ നമുക്ക് ഓർഗാനിക്കിലും അതിനെ ഇപ്പം ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ കണ്ണൻ സാർ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു അതിൻ്റെ റിസർച്ച് നടത്തി മിക്കവാറും ഒരെണ്ണം നമുക്ക് കിട്ടുമെന്ന്. അങ്ങനെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വൈറസിന് ഇതുവരെ ഒരു മരുന്നുകളും ഒരു രീതിയിലും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പിന്നെ പുള്ളിയുള്ള പാണ്ടുകൾ, ചെറിയ ഇലകൾ ചെറുതായി വരിക, അതൊക്കെയാണ് വൈറസിൻ്റെ പ്രത്യേകമായ നമുക്ക്. അപ്പോൾ ഈ വൈറസുകളെ പരത്തുന്നത് ഇലപ്പേനുകൾ, അതോടൊപ്പം തന്നെ വെള്ളീച്ചകൾ, ഇവയൊക്കെയാണ്. അപ്പോൾ ഒരു ചെടിയിൽ ഒരു വൈറസ് പിടിച്ചാൽ പെട്ടെന്ന് തന്നെ മറ്റേതിലേക്ക് പകരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങളാണ് കൊണ്ടേ പരത്തുന്നത്. അപ്പം നമ്മൾ ഈ വൈറസുകൾ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ വൈറസുകളെ പരത്തുന്നത് നമുക്ക് ഇതുങ്ങളെ, ഈ മൈറ്റ്സിനെയും ഇതുപോലെയുള്ള വെള്ളീച്ചകളെ, ഇലപ്പേനുകളെയും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്താൽ, ഈ ബയോഗാർഡ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്താൽ അതിനെ രോഗങ്ങളെ പരത്തുന്നത് നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇത് കീടനാശിനിയായും വളർച്ചാ ത്വരിതകമായും ഉപയോഗിക്കുന്ന ഒരു ഉത്തമ പ്രോഡക്റ്റാണ്. വെള്ളീച്ച, മുഞ്ഞ, മൈറ്റ്സ്, മീലിമുട്ട, ഇതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഷേക്ക് വെൽ ബിഫോർ യൂസ്. മനസ്സിലായല്ല? 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് 9:05. അപ്പോൾ നമുക്കിന്നിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.